റിയാദിലേക്ക് പോകാം. അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകാനായി അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് തത്സമയം. അഫ്താബ്, ഈ സൗദിയിലെ റിയാദിൽ വാടക നിരോധന നിയമം ലംഘിക്കുന്നവർക്കുള്ള പിഴ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ്, ഏത് രീതിയിലായിരിക്കും നടപ്പാക്കുക? അമൃത, നേരത്തെ തന്നെ സൗദി അറേബ്യയിലെ തലസ്ഥാനമായ റിയാദിൽ വലിയ തോതിൽ വാടക ഉയർന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വാടക നിരോധന നിയമം വരുന്ന 5 വർഷത്തേക്ക്, അതായത് 2030 വരെ സൗദി മന്ത്രിസഭ പാസ്സാക്കിയത്. എന്ന് വെച്ചാൽ 5 വർഷത്തേക്ക് ഇവിടെ വാടക ഉയർത്താനോ നിലവിലുള്ള വാടകക്കാരെ അനുമതി കൂടാതെ ഒഴിപ്പിക്കുവാനോ സാധിക്കില്ല എന്നുള്ളതാണ്. അതേസമയം കെട്ടിട ഉടമയ്ക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ നിർദ്ദേശങ്ങളിൽ കൃത്യമായി പറയുന്നത് പ്രധാനമായിട്ടും 3 ഘട്ടമായിട്ടായിരിക്കും പിഴ ഈടാക്കുക എന്നുള്ളതാണ്. അതായത് വാടക നിരോധന നിയമം ലംഘിച്ചാൽ കെട്ടിട ഉടമകൾക്ക് ആദ്യത്തെ നിയമലംഘനത്തിന് 2 മാസത്തെ പിഴയായിരിക്കും ഈടാക്കുക. 6 മാസത്തെ മൂന്നാമത്തെ നിയമലംഘനത്തിന് 1 വർഷത്തേക്കുള്ള വാടക നിരക്കും പിഴയായി ഈടാക്കും. എന്ന് വെച്ചാൽ ഘട്ടം ഘട്ടമായി പിഴ ഈടാക്കുകയും എന്ത് നിയമലംഘനമാണ് നടത്തിയത് അത് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റിയാദിന്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിടങ്ങൾ പാർട്ടീഷൻ ചെയ്തുകൊണ്ട്, അതായത് ഒരു ബിൽഡിങ്ങിനകത്ത് തന്നെ 2 കുടുംബങ്ങളെ ഒരേ സമയം പാർപ്പിക്കുവാൻ വേണ്ടി അത് വേർതിരിക്കുന്ന പരിപാടിയുണ്ട്. ഇത്തരം പരിപാടികൾക്കെതിരെയുള്ള കർശനമായിട്ടുള്ള പരിശോധന കർശനമാക്കാൻ മുനിസിപ്പൽ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് പിഴയായി നിശ്ചയിച്ചിരിക്കുന്നത് 5000 റിയാൽ മുതൽ 25,000 റിയാൽ വരെയാണ്. സാധാരണ രീതിയിൽ പ്രവാസികളെല്ലാം തന്നെ ഈ തരത്തിൽ പാർട്ടീഷൻ ചെയ്ത കെട്ടിടങ്ങളിൽ താമസിക്കാറുണ്ട്. ഈജാറില്ലാത്ത കെട്ടിടങ്ങളിൽ താമസിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരമൊരു നിയമം വരുന്ന പശ്ചാത്തലത്തിൽ പ്രവാസികൾക്ക് വെല്ലുവിളിയായി മാറും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാർട്ടീഷൻ ചെയ്ത കെട്ടിടങ്ങളിൽ താമസിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് 6 മാസത്തിനകം ആളുകളെ ഒഴിപ്പിക്കുവാനും നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസൻസ് ഇല്ലാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കരുതെന്ന് മുനിസിപ്പൽ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വാടക നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അത് നിരോധനം ഏർപ്പെടുത്തിയത് ആശ്വാസമുള്ള കാര്യമാണ്. അതേസമയം തന്നെ പാർട്ടീഷൻ നടത്തിയിട്ടുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്നത് അവർക്ക് വെല്ലുവിളിയായി മാറുകയും ചെയ്യും. അമൃത, ശരി. അഫ്താബ് റഹ്മാനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.